എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ GLC 220D ഫോർമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. അപ്പോൾ നാട്ടിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം തന്നെ പറയാം. ഇത് 2019 മാനുഫാക്ചറിങ്, 2019 രജിസ്റ്റേർഡ്, സിംഗിൾ ഓണർ, 63,000 ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി ഓടിയിരിക്കുന്നതാണ്. റീസെൻ്റ്ലി ആണ് ഇതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുള്ളത്. സീറോ ഡെപ്ത് ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് 2026 നവംബർ വരെ വാലിഡ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പോൾ പതിപോലെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് എങ്ങും വരുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ ഒരിടത്തും റീപെയിൻറ്റ് വന്നിട്ടില്ല. ഇവിടെയും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഈ രണ്ട് ഡോറും ഞാൻ ഒരുമിച്ച് പറയാം. നമ്മൾ ഈ വഴിയിലിട്ട് എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി തിരക്കിലാണ്, സ്പീഡിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ രണ്ട് ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞു പോവാണ്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ, 63,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി, യാതൊരു റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ പാഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ എത്ര വൃത്തിയിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്കൊന്ന് പോകാം. ഇവിടേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല ടൈറ്റാണിത്, അതുകൊണ്ടാണ് ഇച്ചിരി ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല. ഇനി ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റികളും എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അടിപൊളി വാഹനമാണിത്. അപ്പോൾ ഈ ഗ്ലാസ്സുകളും എല്ലാം ഒറിജിനലാണ്. ഈ ക്വാർട്ടർ പാനലിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും ഡിൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും ഇല്ല. ഇനി നമ്മളിതിൻ്റെ ബൂട്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് GLC 220D എന്നുള്ളത് ഫോർമാറ്റിംഗ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. നമുക്കിതിൽ നെഗറ്റീവുകളൊന്നും പറയാനായിട്ടില്ല. അത്രയും ക്ലീൻ വണ്ടിയാണ്. സീറോ ഡെപ്ത് ഇൻഷുറൻസിൽ, അതായത് യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഇതിൻ്റെ സ്റ്റെപ്പിന് ടയർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് അടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. രണ്ട് ഡോറും ഞാൻ ചേർത്ത് പറയാണ്, വഴി സൈഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല, റീപെയിൻറ്റ് സംഭവിച്ചിട്ടില്ല. നമ്മളൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല പുതിയതുപോലെ ആവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിനുൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. നോർമലി ഈ സ്വിച്ചുകളൊക്കെയാണ് പൊതുവെ ബെൻസിൽ ഏറ്റവും ആദ്യം ഡാമേജ് ആകുന്ന കളറൊക്കെ പോകുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് പുത്തിയതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെയും പില്ലറിൻ്റെ നല്ല ടൈറ്റാണ്. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് കാണാം. അപ്പോൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിൽ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഇല്ല. ഈ ബോണറ്റിൽ മാത്രം ഒരു PPF ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ക്രാക്കുകളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് തുറന്ന് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വണ്ടി സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വണ്ടി ഓടിക്കാനും അതുപോലെ സ്മൂത്താണ്. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ PPF ചെയ്തതിൻ്റെ സ്റ്റിക്കറാണ് ഈ ഇരിക്കുന്നത്. ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല.
നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു എൻജിൻ റൂമാണ്. വണ്ടി ഓടിക്കാനും പെർഫോമൻസ് അതുപോലെ നല്ല ക്ലീൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേന് ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സെൻട്രൽ കൺസോളും ഡാഷ്ബോർഡും ഒക്കെ നല്ല കിടിലനായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള കുറ്റവും നമുക്കിതിൽ പറയാനില്ല. ബീജ് കളറിൽ നല്ല ടോപ്പായിട്ടാണ് ഇരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോൾ ഈ റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ അഴുക്കോ ചെളിയോ പൊടിയോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൂഫൊക്കെ നല്ല പുതിയ വണ്ടി ഷോറൂമിൽ നിറക്കി അതേ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ആകെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. 2024 മാനുഫാക്ചറിങ്ങുള്ള ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ഈ വാഹനത്തിൽ കിടക്കുന്നത്. ഏകദേശം ഒരു 80-90% 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ ഇട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. നമ്മൾ ഓൾറെഡി ഇത് ഫുള്ള് ചെക്ക് ചെയ്താണ്. വണ്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ക്ലാസ് വണ്ടിയാണ്. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ്സും പറയാനില്ലാത്ത ഒരു കിടിലൻ വണ്ടിയാണ്. എടുക്കുക, ഡീസലടിക്കുക, ഓടുക എന്നുള്ള ഒരു ഓപ്ഷനിലുള്ള അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നും പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ബെൻസ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. GLC 220 4MATIC വേരിയൻറ്റിലുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ പറയാൻ. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 63,000 കിലോമീറ്റേഴ്സ് വിത്ത് സർവീസ് റെക്കോർഡ്സ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു കിടിലൻ വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ് 25,25,000. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ നമ്മൾക്ക് വരുന്ന നല്ല വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗങ്ങളാകുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.